ആശങ്കയായി എലിപ്പനി പടരുന്നു. സംസ്ഥാനത്ത് 11 മാസത്തിനിടെ രോഗികൾ 5000 കടന്നു. 356 പേർ മരണപ്പെട്ടു. മഹാമാരികൾ കേരളത്തെ പിടിമുറുക്കിയപ്പോഴും കുലുങ്ങാതെ നിന്ന സംസ്ഥാനം ഇപ്പോൾ എലിപ്പനിയുടെ ആശങ്കയിലാണ്. അതെ, സംസ്ഥാനത്ത് എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. അതായത് 11 മാസത്തിനിടെ സംസ്ഥാനത്ത് 5000-ലധികം രോഗബാധിതർ ഉണ്ട് എന്നാണ് കേസുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 356 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചതായും ആരോഗ്യവകുപ്പ് പറയുന്നു. സർക്കാർ ആശുപത്രികളിലെ കണക്കുകൾ മാത്രമാണ് ഇത്. പ്രതിമാസം 32 പേർ എലിപ്പനി ബാധിച്ചു മരിക്കുന്നു എന്നാണ് കണക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. ഈ വർഷം മരിച്ച 386 പേരിൽ 207 പേർക്ക് മരണത്തിന് മുമ്പ് രോഗം സ്ഥിരീകരിച്ചുവെന്നും പറയുന്നു. മാത്രമല്ല 149 പേരുടെ മരണം എലിപ്പനി രോഗലക്ഷണങ്ങളോടെയാണെന്നും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും ആരോഗ്യവകുപ്പും പൊതുജനങ്ങളും അറിയിക്കുന്നുണ്ട്. എലിയുടെ മൂത്രത്തിൽ നിന്നു മാത്രമല്ല ഇപ്പോൾ എലിപ്പനി വരുന്നത്. നായ, പൂച്ച, കന്നുകാലികൾ എന്നിവയുടെ മൂത്രത്തിലൂടെയും എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലരും. മൃഗങ്ങളിൽ ഒരിക്കൽ എലിപ്പനി രോഗബാധ ഉണ്ടായാൽ രോഗാണുക്കൾ അവയുടെ വൃക്കകളിൽ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. മൂത്രത്തിലൂടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും എത്തുകയും മാസങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും. പിന്നീട് മൃഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമായില്ലെങ്കിലും അവ രോഗാണുവാഹകരായി മാറും. പിന്നീടാണ് ആശങ്കയായി ഇത്തരത്തിൽ എലിപ്പനി പടരുന്നത്. 11 മാസത്തിനിടെ ഇത്രയധികം രോഗികൾ കൂടുന്നുവെന്നതും വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല മരണക്കണക്കും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് പ്രതിമാസം ശരാശരി 32 പേർ എലിപ്പനി ബാധിച്ചു മരിക്കുന്നുണ്ട്. 3 ദിവസത്തിൽ കുറയാതെ പനിയും അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയും രോഗബാധയുണ്ടാകാമെന്നും പറയുന്നുണ്ട്. ശക്തമായ തലവേദനയോടും ശരീരവേദനയോടും കൂടിയ പനിയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കഠിനമായ ക്ഷീണം, പേശിവേദന, നടുവേദന, വയറിളക്കം എന്നിവയും എലിപ്പനിയുടെ രോഗലക്ഷണങ്ങളാണ്. പ്രാരംഭഘട്ടത്തിൽ ചികിത്സിച്ചാൽ പൂർണ്ണമായും രോഗമുക്തി നേടാമെന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.